ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഡേ 3 വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 7:30 അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ മോർണിംഗ് നമ്മൾ ആദ്യം നിന്ന് മിൽഡം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഒരു 7:30 ഒക്കെ ആയി ടൈം. ശരിക്കും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുക 8 o'clock ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പോവാമെന്ന് അറിഞ്ഞത് കൊണ്ട് അവർ വേഗം റെഡിയാക്കി തരുക ചെയ്തത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. മറ്റേ ബന്ന്, ബ്രെഡ്, പിന്നെ കുറേ ബേക്ക്ഡ് ഐറ്റംസ്, സോസേജ്, ഫ്രൂട്ട്സ്, പിന്നെ കുറേ ടീയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏജൻറ്റ് ത്രൂ ആയിട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതലാണ് എന്ന്. അപ്പോൾ നമ്മൾ നേരെ ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിട്ട് നമ്മളെ ബാക്കി 3 ഫാമിലിയില്ലേ അവരെ പിക്ക് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഗബാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ബാക്കുവിൽ നിന്ന് ഏകദേശം ഒരു 5 hours എങ്ങും ട്രാവൽ ചെയ്യാനുണ്ട് ഈ ഗബാല എന്നുള്ള സ്ഥലത്തേക്ക്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ചെറിയൊരു കാറിലാണ്. ഇനിയിപ്പോൾ നമ്മൾ അവർ ഫാമിലിനൊക്കെ പിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ വലിയൊരു വാനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഗബാലയിലേക്ക് ഏകദേശം ഒരു 5 hours എങ്ങും ട്രാവൽ ചെയ്യാനുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് സംസാരിച്ചൊക്കെ പോകുമ്പോൾ ആ ഒരു 5 hours നമ്മൾ വാനിൽ ഇരുന്നതിനൊന്നും അങ്ങനെയൊന്നും തോന്നുക കൂടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ആ ഗബാലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മോസ്കാണിത്. അങ്ങനെ നമ്മൾ 5 hours ട്രാവലിന് ശേഷം നമ്മളിത് ഇവിടെ ഗബാലയിലേക്ക് എത്തിയിട്ടുള്ള ഗബാലയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നൊഹൂർ ലേക്കിലാണ് നമ്മൾ ആദ്യം നിന്ന് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് കളിക്കാൻ, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളതൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലവുമാണ്. ഈ ഒരു ലേക്കിന് ചുറ്റും ഫോറസ്റ്റും പിന്നെ വലിയ മൗണ്ടെയ്ൻസൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് ഈ നൊഹൂർ ലേക്ക് എന്ന് പറയുന്നത്. ഫോട്ടോ എടുത്തില്ലല്ലോ. നമുക്കിതല്ല
അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സിറ്റി ഹോട്ടലിൽ വന്നിട്ടുള്ളത്. ഗബാലയിൽ തന്നെയുള്ള ഹോട്ടലാണ് ഈ സിറ്റി ഹോട്ടൽ എന്നുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഈ ഡേ 3 ഈ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. കാരണം നമ്മൾ ആകെ നൊഹൂർ ലേക്ക് മാത്രമേ ഈ ഒരു ഡേ കവർ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കുവിൽ നിന്ന് ഗബാലയിലേക്ക് ഒരു 5 hours ട്രാവൽ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അത്രയും ടൈം നമ്മൾ ആ ഒരു ദിവസം വന്ന് പോയി. അപ്പോൾ ഗബാലയിൽ ഈ ഒരു ഡേ ആകെ നൊഹൂറിലേക്ക് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഗബാലയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ നൈറ്റ് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അത്രക്ക് വലിയ വ്യൂവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല രാത്രി. പക്ഷേ രാവിലെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ, ആ മോർണിംഗ് ഉള്ള വ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.